എസ് ഐ സാറേ, അവൾ ആ മോഷ്ടിച്ചെന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പിച്ചത്? ഇതാരോ മനഃപൂർവ്വം ചെയ്താണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അത് കണ്ടാൽ മനസ്സിലാവും. മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു ദേവ? അവൾക്ക് വൈദേഹിയുടെ മുഖമുണ്ടെന്ന് കരുതി ഞങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവൾക്ക് വൈദേഹിയുടെ മുഖം ഉള്ളതുകൊണ്ടല്ലമ്മേ, അവള് വൈദേഹി ആയതുകൊണ്ടാണ്. വൈദേഹിയോ? ഇവളോ? നീ എന്താ ദേവ ഈ പറയുന്നത്? ദേവ, നിനക്ക് എന്താടാ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്തു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നതേ ഉള്ളൂ എന്ന്? ഇവള് തന്നെയാണ് വൈദേഹി. ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് തന്നെ അവകാശപ്പെട്ട മാലയാണത്. അപ്പൊ അവൾക്കത് മോഷ്ടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഈ CCTV ഫുട്ടേജും വെച്ചോണ്ടല്ലേ അവള് മോഷ്ടാവാണെന്ന് തീരുമാനിച്ചേ? ഇവള് ശാന്തി അമ്മായിയുടെ മോള് വൈദേഹിയാണെന്ന് തെളിയിക്കുന്ന DNA ടെസ്റ്റിൽ പോലും അട്ടിമറി കാണിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഉള്ളപ്പോ ഇങ്ങനെ വൈദേഹി ഒരു കള്ളിയാണെന്ന് വരുത്തി തീർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി കാണില്ല. DNA റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്നാണോ പറയുന്നത് ദേവ? അതെ അച്ഛാ, അവള് ശരിക്കും വൈദേഹിയാണെന്ന് തെളിയാതിരിക്കാൻ വേണ്ടി റിപ്പോർട്ട്സിൽ ഇവിടെ ചിലർ കള്ളം കാണിക്കുകയായിരുന്നു. അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല. ആ റിപ്പോർട്ടിനെ മാറ്റാന്നൊക്കെ വെച്ചാ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. റിപ്പോർട്ട് മാറ്റാൻ ചിലപ്പോ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ അന്ന് DNA ടെസ്റ്റിന് അയച്ച സാമ്പിൾസിൽ വേണമെങ്കിൽ മാറ്റം വരുത്താമല്ലോ. ആ സാമ്പിൾ ശാന്തി അമ്മായിയുടെയോ വൈദേഹിയുടെയോ അല്ലാതായാൽ റിപ്പോർട്ട് നെഗറ്റീവായിട്ടല്ലേ വരുള്ളൂ. ഇവന് കാര്യം പിടികിട്ടിയോ? ഞാനന്ന് കണ്ടുപിടിച്ചോ? സാമ്പിൾസ് മാറിപ്പോയെന്നോ? അതിനാ ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടല്ലേ എടുത്തോണ്ട് പോയത്. അതെങ്ങനെ മാറാനാടാ? മാറ്റണോന്ന് വിചാരിക്കുന്നവർക്ക് എവിടെ വെച്ച് വേണേലും മാറ്റാലോ അച്ഛാ. പകരം ഈ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു സാമ്പിൾ DNA ടെസ്റ്റിന് വേണ്ടി പോവുകയും ചെയ്തു. അത് വേണമെങ്കിൽ ലാബിന്റെ രജിസ്ട്രി നോക്കിയാൽ നമുക്ക് അറിയാനും പറ്റും.
ഈശ്വര, ഇതൊക്കെ ദേവൻ എങ്ങനെ അറിഞ്ഞ്? എന്താ ഇത് ദേവ? അവളിവിടെ മോഷണം നടത്തിയത് തെളിവ് സഹിതം കാണിക്കുമ്പോ അതിനിടയ്ക്ക് എന്താ നീ ടോപ്പിക്ക് മാറ്റാൻ നോക്കുന്നത്? തൽക്കാലം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ രക്ഷിക്കാന്നാണോ? അതിന്റെ ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. റിപ്പോർട്ടിൽ എന്ത് തെറ്റാ പറ്റിയതെന്നും ഇതിന്റെ പുറകിൽ ആരാണെന്നുള്ളതും തെളിവ് സഹിതം ഞാൻ കാണിച്ചു തന്നാ മതിയോ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ മോഷണം അവളല്ല നടത്തിയതെന്ന് ഞാനിവിടെ തെളിയിച്ചാ പോരെ? അതും ഞാൻ തെളിയിച്ചു തരാം. നീ ആ ലാപ്ടോപ്പ് ഒന്നുകൂടെ തന്നേ. ദേ ഇത് കണ്ടോ? ഇവൻ ആരാന്ന് പറ. ദേ ഇതൊരു തുണിയുടെ കവറാ. എന്ന് വെച്ചാൽ ആരോ ഇന്നലെ വൈകിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് വൈദേഹി ഉടുത്ത പോലത്തെ സാരി വാങ്ങിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതും ഉടുത്തോണ്ട് മോഷണം നടത്തിയിട്ട് അത് വൈദേഹിയുടെ തലയിൽ വെക്കുക. This is too much, Deva. ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ബാഗ് ആയതുകൊണ്ട് മാത്രം അതില് സാരി തന്നെയാണെന്ന് അങ്ങ് ഉറപ്പിക്കാൻ പറ്റുമോ? വൈദേഹി ഉടുത്ത സാരി കണ്ടിട്ട് അത് വൈദേഹിയാണെന്ന് നിങ്ങൾക്ക് അങ്ങ് തീരുമാനിക്കാമെങ്കിൽ ആ ടെക്സ്റ്റൈൽ ബാഗിൽ ഉണ്ടായിരുന്നത് സാരിയാണെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതെവിടുത്തെ ലോജിക്ക് ആരാധേ? അല്ലെങ്കിൽ അയാൾ ആരാ? രാത്രിയിൽ എന്തിനാ അയാൾ ഇവിടെ വന്നത്? ആ ബാഗ് ആരെയാണ് അയാൾ ഏൽപ്പിച്ചത്? അതോടെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. സാമ്പിൾസ് മാറ്റിയതേ അറിഞ്ഞിട്ടുള്ളോ? അതോ അത് മാറ്റിയത് ഞാനാണെന്നോ അവൻ അറിഞ്ഞോ? കറങ്ങി തിരിഞ്ഞ് എന്റെ നേരെ വന്ന എങ്ങനെയാ രക്ഷപ്പെടുക? ആ താക്കോലിങ്ങ് തരൂ.
ഈ നിമിഷം മുതൽ നിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. നീ ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ഞാനുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും ഊഹങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ആ മാല എവിടെയാണെന്ന് അറിയണം. അത് കണ്ടുപിടിക്കാനുള്ള ഏർപ്പാട് വേഗം ചെയ്യണം. എങ്ങനെയെങ്കിലും നിന്നെ തന്നെ ഞാൻ കൊടുക്കും. വരൂ ഗുരുക്കളെ, വരൂ, ഇരിക്കൂ. നമസ്കാരം ഗുരുക്കളെ. നമസ്കാരമുണ്ട് ഗുരുക്കളെ. ശുഭം പോയാത് ഇരിക്കുക. കൃത്യസമയത്താ വന്നത്. ഞങ്ങളൊരു ധർമ്മസങ്കടത്തിലാ. അങ്ങ് വേണം പരിഹാരം പറയാൻ. വീട്ടിലൊരു അനിഷ്ടം നടന്നിരിക്കുന്നു ഗുരുക്കളെ. മംഗളഗൗരിഹാരം ആരോ അപഹരിച്ചിരിക്കുകയാണ്. ഇവളാ മോഷ്ടിച്ചെന്നുള്ളതിന് ചില തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷെ അവള് പറയുന്നത് അവള് ചെയ്തില്ല എന്നാ. പക്ഷെ ദേവൻ പറയുന്നത് മറ്റൊന്നാണ്. അതെന്തു തന്നെയായാലും ആ മാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ഈ കുടുംബത്തിലുണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ചും അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ. അതെവിടെയാണെന്നും ആരെ എടുത്തിരിക്കുന്നെന്നും അങ്ങൊന്ന് കണ്ടുപിടിച്ചു തരണം.
ഇനിയിപ്പോ ഗുരുക്കള് ഞാനാണതെന്ന് പറഞ്ഞു കളയോ? നീ എന്തിനാ പേടിക്കുന്നേ? അയാൾ നിന്റെ പേര് പറയുന്നോർത്താണോ? രാത്രി നിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈല് കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും നിന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. അയാൾ ദിവ്യദൃഷ്ടിയിൽ നോക്കിയാലും നിന്റെ മുഖം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴെങ്കിലും മനസ്സിലായോ പാതിരാത്രിക്ക് ഞാൻ എന്തിനാ ഈ സാരി വാങ്ങിച്ചതെന്ന്? എനിക്ക് മനസ്സിലായി ഊർമിളെ. വൈശാലി ഉടുത്തതുപോലെ തന്നെ ഈ സാരി ഉടുത്തുകൊണ്ട് മുഖം പുറത്ത് കാണിക്കാതെ സാരി മാത്രം കാണുന്നത് പോലെ മൂടി പൊതച്ചുകൊണ്ട് നീ ആ മാല മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. CCTVയിൽ റെക്കോർഡാവുന്ന വീഡിയോ വെച്ച് ഈ സാരി കാണുമ്പോ വൈശാലിയെ മോഷ്ടിച്ചതെന്ന് എല്ലാരും കരുതൂ. ആരും സംശയിക്കേയില്ല. ശരിയാണ്. അടിപൊളി, ഉഗ്രം പ്ലാനാണല്ലോ. ആ ഈശ്വരൻ സ്വയം ഇറങ്ങി വന്നാലും ഇപ്രാവശ്യം വൈദേഹിയെ രക്ഷിക്കാൻ പറ്റില്ല. ഇനി എന്തിനാ താമസിപ്പിക്കുന്നേ? ചെല്ല്. നീ നോക്കുന്നത് സാധാരണ കണ്ണോടെയാ, അതുകൊണ്ടാ നിങ്ങൾക്കാർക്കും ഒന്നും കാണാൻ പറ്റാത്തെ. പക്ഷേ അയാള് നോക്കുന്ന ദിവ്യദൃഷ്ടിയോടെയാ. മൂടിപ്പൊതച്ചാ മാത്രമല്ല, 3 അടി കുഴിയെടുത്ത് മൂടിയാലും അയാളത് കണ്ടുപിടിക്കും. ഇതുവരെ അയാള് പറഞ്ഞതൊന്നും തെറ്റിയിട്ടേയില്ല. തെറ്റ് പറ്റിയിരിക്കുന്നു ദശരഥരാമോർമ്മേ. എന്താ സംഭവിച്ചത് ഗുരുക്കളെ? ഒരു നിരപരാധിയെയാണ് കുറ്റവാളിയായി നിർത്തി ചോദ്യം ചെയ്തത്. അത് വളരെ വലിയ തെറ്റാണ് ദശരഥരാമോർമ്മേ. ഞാൻ പറഞ്ഞത് ഇത് തന്നെയല്ലേ അച്ഛാ? അമ്മയോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു, വൈദേഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾക്കത് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഗുരുവിന്റെ വാക്കല്ലേ